നമസ്കാരം, ലാവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്റ്റൈലിലെ ഒരു സദ്യ കൂട്ടുകറി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് സദ്യ കൂട്ടുകറി ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടല ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് കടല 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകിയ കടലയാണ്. അപ്പോൾ നമുക്കിനി കടലയിലേക്ക് ചേനയും പച്ചക്കായും ഇട്ട് കൊടുക്കാം. പച്ചക്കായ എന്ന് പറയുന്ന നേന്ത്രക്കായാണ് ഈ കൂട്ടുകറിക്ക് വളരെ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചേന ഞാൻ ഇവിടെ ചതുര കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവ രണ്ടും കുറച്ച് വലുതായിട്ട് തന്നെ അരിയുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേവാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് അടച്ചിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ വരെ വന്നാൽ മതി. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യമാണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കായും ചേനയും കടലയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. കാരണം നമ്മൾ അതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല, അതൊന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കൂട്ടുകറി തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ചൂട് കയറിയാൽ മതി. എന്നിട്ട് നമുക്കത് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഇനി തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് വളരെ ടേസ്റ്റ് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഗ്യാസ് കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസ് കൂട്ടിക്കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് കറുത്തു പോകും. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം. വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പാകമായി നമ്മുടെ തേങ്ങ വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണൂർ തന്നെ പല ടൈപ്പിൽ കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു ടൈപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള കൂട്ടുകറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കൂടാതെ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഡിഷുമായി കാണുന്നത് വരെ ബൈ.